ഫൈനലി നമ്മൾ എന്ത് വാർത്തയ്ക്കാണോ കാത്തിരുന്നത് ആ ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 300 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അവിടേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ലൈക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 50K ആണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. സോ എല്ലാവരും അതിലേക്ക് കൂടെ എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും കുറേ നാളായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ഡ്രഡ്ജർ വന്നാൽ മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളെന്ന്. എന്തായാലും നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രഡ്ജർ നമ്മുടെ ശിരൂരിൽ ഗംഗാവാലി പുഴയിൽ എത്തിയിട്ടുണ്ടെന്നാണ്. സോ എത്തിയ സമയത്തൊരു പ്രശ്നമുണ്ടായി. അത് അവിടെ ചെറുതായിട്ട് മഴ പെയ്തു. സോ അത് എല്ലാവർക്കും ഒന്ന് ആശങ്കയായി. ബട്ട് മഴ നിന്നു എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ രക്ഷാപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും ഇതൊരു നല്ല കാര്യം തന്നെയാണ്. അത് നമ്മൾ കുറേ നാളായിട്ട് ആ ഒരു ഡ്രഡ്ജർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതാണ്ട് 1 മാസമായെന്ന് പറയും ഇത് നിർത്തി വെച്ചിട്ട്. സോ എന്തായാലും അന്നേരം തുടങ്ങിയ ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. എന്തായാലും അർജുനെ തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ലോറിയെങ്കിലും കണ്ടെത്തിയാൽ മതിയാകുകയുള്ളൂ. സോ എന്തെങ്കിലും തെളിവോട് ഉറപ്പായിട്ടും വേണം. അതായത് ഇത്രയും നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു തെളിവ് ലോറി പോലും കിട്ടാതെ പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഫൈനലി ലോറിയെങ്കിലും കിട്ടിയാൽ മതി. അർജുൻ്റെ കാര്യം നമുക്കറിയില്ല. കാരണം അത്രയും നാൾ ആ ഒരു മണ്ണിനടിയിലാണെങ്കിൽ അത് ഇതിന് സർവേ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് അതെല്ലാം കൊച്ചുകുട്ടികൾക്ക് വേറെ അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മളതിനെ വേറെ രീതിയിൽ പറഞ്ഞിതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ ഒരു വണ്ടിയെങ്കിലും കിട്ടിയാൽ വളരെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.